എൻ്റെ ഡിസംബർ കൊന്നേനെ കണ്ടോ? നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, വളരെ സുന്ദരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ പുള്ളിക്കാരി കണി കണ്ടിട്ടാണ് എണീച്ച് വരിക. അപ്പം എന്ന് വന്നാലും എണീച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്കാരിന് മുമ്പ് പോയി ഇന്ന് കുറച്ച് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാനൊരു അടുക്കള പണികളിലോട്ടൊക്കെ പോകുക കേട്ടോ. അപ്പം എല്ലാ വർഷവും ഡിസംബറിലാണ് ഉണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ജനുവരി ആയി, ലേറ്റായി പൂവൊക്കെ നന്നായിട്ടുണ്ടായി വരാൻ. എന്തായാലും എൻ്റെ വീഡിയോയിൽ ഇത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ കൊടുക്കുന്നതേ കിട്ടുമെന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് മഞ്ഞൾ കൃഷി അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇഞ്ചി കൃഷിയിൽ ഞങ്ങൾ എപ്പോഴും ഒരു പരാജയമാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മളെപ്പോഴും ചതിക്കുന്ന ആളാണ് ഇഞ്ചി. എന്നാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ട്. നമ്മൾ ചാക്കിലാണ് നട്ടുതന്നേ ഉള്ളൂ. പിന്നെ ഈ വർഷത്തേക്കുള്ള ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ടുള്ള പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുളിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പുളിയൊക്കെ പെറുക്കി അങ്ങനെ വരികയാണ് കേട്ടോ. വീണ് കാലൊടിയാഞ്ഞത് ഭാഗ്യം. അപ്പം എന്നോടൊപ്പം വായോ, നമുക്കിന്ന് ഞങ്ങൾ മഞ്ഞൾ പറിക്കുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പം ഈ മഞ്ഞൾ ഞാൻ എൻ്റെ അമ്മമ്മ എനിക്ക് തന്നതാണ് 2-3 കൊല്ലം മുമ്പ്, കുറച്ച് വിത്ത്. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ കൃഷി ചെയ്ത് വരികയാണ്. ഈ വർഷം നമ്മൾ തീരെ ശ്രദ്ധിച്ചില്ല, നട്ടു, പിന്നെ ഒരു പ്രാവശ്യം വളം ഇട്ടു, അതിന് ശേഷം പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കളയൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാത്തതിൻ്റെ ഒരു ഇത് നമുക്ക് ഈ പ്രാവശ്യത്തെ വിളവിലും കാണാം കേട്ടോ. വിളവ് ഭയങ്കര കുറവാണ്. പിന്നെ അവിടെ നല്ല വെയിലുള്ള ഏരിയ ആണ്. ഞങ്ങളുടെ പറമ്പല്ല ഇത് അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ പറമ്പാണ്. അപ്പോൾ അവിടെ മരങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ പറമ്പ് ഫുള്ള് മരങ്ങളാണ്. പ്ലാവ്, തെങ്ങ്, കവുങ്ങൊക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വിളകളൊന്നും കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അയാളുടെ പറമ്പിലാണ് കേട്ടോ നടുക. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ പറിക്കുകയാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ പറിച്ചിടും, ഞാനതൊക്കെ എടുത്ത് മണ്ണൊക്കെ കൊത്തിക്കളഞ്ഞ് ചാക്കലേക്ക് എടുത്ത് വെച്ചിട്ട് കൊണ്ടിടുന്നതാണ് എൻ്റെ പണി. അപ്പോൾ ഇങ്ങനത്തെ എന്ത് പണിയാണെങ്കിലും ഞാനും കൂടെ പോകണമെന്ന് പുള്ളിക്ക് നിർബന്ധമാണ്. ഞാൻ വലിയ കാര്യമായിട്ട് പണിയൊന്നും എടുക്കണ്ട, പുള്ളിക്കാരനോട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഇരുന്നാൽ മതി. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു വൈകുന്നേരമാണ് പോയത്. എനിക്ക് വെയിൽ കൊള്ളുന്നൊന്നും ഇഷ്ടമുള്ള പരിപാടിയല്ല. വെയിൽ കൊണ്ടാൽ ഭയങ്കര തലവേദനയാണ്. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനത്തെ പണികൾ എന്ത് പണിയാണെങ്കിലും വൈകുന്നേരങ്ങളിലാണ് എൻ്റെ പണി മൊത്തം. അപ്പോൾ രാത്രിയാവുമെന്ന് എനിക്ക് പ്രശ്നമല്ല. അപ്പം ഞാൻ അങ്ങനെ വൈകുന്നേരം ഇരുന്ന് ഞാൻ പുള്ളിക്കാരനെയും കൂട്ടി നമ്മൾ രണ്ടാളും ഫ്രീ അല്ലേ, നമുക്കെന്നാൽ പോയിട്ട് പറിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി ഇതാക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ പൊടിപ്പിക്കുമ്പോൾ കസ്തൂരി മഞ്ഞളും രണ്ടും കൂടി ഇട്ടിട്ടാണ് പൊടിപ്പിക്കുക. അപ്പം നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഊരവേദനയാണ് കേട്ടോ ഇപ്പം കുറച്ച് കാലമായിട്ട്. അപ്പം ഞാൻ കസാരയൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ഇരുന്ന് നല്ല സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ പണിയൊക്കെ എടുക്കുകയാണ്. അപ്പം എൻ്റെ കുട്ടിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം അവൾക്ക് ആ വീഡിയോ എടുക്കാൻ അത്രയ്ക്കല്ലേ അറിയുള്ളൂ. പിന്നെ എന്താ, ഈ മഞ്ഞൾ കൃഷിയൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും മഞ്ഞളിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ മായമാണ്. അപ്പം ഞങ്ങൾ എത്ര വർഷങ്ങളായിട്ടിപ്പം സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പൊടിപ്പിച്ചുണ്ടാക്കുന്ന മഞ്ഞളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾപ്പൊടി തന്നെ ഇപ്പോഴും ഉണ്ട്. ഇനി ഈ കൊല്ലത്തേക്ക് എന്തായാലും പൊടിപ്പിക്കേണ്ട, അടുത്ത കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് പൊടിപ്പിച്ചാൽ മതി. അപ്പം ഞാനത് കേടാവാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുക, ഭരണിയിലാക്കിയിട്ട്. പിന്നെ നന്നാക്കാൻ 2 ദിവസം കഴിഞ്ഞ ശേഷം കേട്ടോ നന്നാക്കലൊക്കെ തുടങ്ങിയത്. അത് അടുത്ത വർഷത്തേക്കുള്ള വിത്തും കണ്ട മാറ്റിവെക്കൽ, പിന്നെ നമുക്ക് പൊടിപ്പിക്കാൻ വേണ്ടതെല്ലാം മാറ്റിവെക്കുന്ന പരിപാടിയൊക്കെ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാനെടുത്ത്. അപ്പോൾ പുള്ളിക്കാരൻ വേറെ പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ പോയി. അപ്പോൾ ഈ പ്രാവശ്യം കുറഞ്ഞ വിളവല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെയാണ് അതിന് മെനക്കെട്ടിട്ട് അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അടുത്ത വർഷം നടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ നടണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ വെള്ളരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കൃഷിഭവനിൽ പോയപ്പോൾ എനിക്കൊരു 5-6 തൈ കിട്ടിയതാണ്. അപ്പോൾ എല്ലാ വർഷവും ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറേ വിത്തുകൾ ഒക്കെ സൗജന്യമായിട്ട് കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് അതിന് മുമ്പൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ വിത്ത് വളരെ നല്ല വിത്തായിരുന്നു, നല്ല വിളവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വഴിക്കൊക്കെ പോയപ്പം അവിടെ കയറാൻ വേണ്ടി പോയതായിരുന്നില്ല, അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോഴാണ് കൃഷിഭവൻ കണ്ടപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പോയി ചോദിച്ചപ്പം കുറച്ച് വഴുതനയുടെ തൈ, വെള്ളരി, മുളക്,
തക്കാളി തൈയൊക്കെ കിട്ടി. തക്കാളി തൈയും ഇത് ബാക്കി എല്ലാ തൈകളും എല്ലാം പിടിച്ച് കിട്ടി. വെള്ളരി നമുക്ക് ആകെ ഒരാളെ കിട്ടിയുള്ളൂ. അതിലിപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആരോഗ്യമുള്ള കായല്ല. അപ്പം അത് പൊരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഉണ്ടായി വരുമായിരിക്കും. കുറേ അത്രയല്ലേ പിന്നെ പടർന്നിട്ടുള്ളൂ. ഇത് അവിടെ നിന്ന് കിട്ടിയ മുളകും തൈയാണ് കേട്ടോ. പക്ഷെ പൊക്കം വയ്ക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. അതുപോലെ തന്നെയാണ് വഴുതനയ്ക്കും. പക്ഷേ തക്കാളിക്കും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ കാണണ്ടേ? ദേ അവരവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവരെ കണ്ടിട്ട് മതിയായിട്ടില്ല. നിങ്ങളെ പിന്നെയും കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇവളെ തന്നെ കാണിക്കുന്നത്. കാരണം ചില പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ തോന്നും അല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സന്തോഷങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ ചിന്താഗതികൾ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.